എഴുതാൻ ഉള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ചേട്ടൻ റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ് എപ്പോഴാണ്? എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ, മ്യൂസിക് ഡയറക്ടറായിട്ടാണ് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണെന്ന് പറഞ്ഞു. എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും എന്നുള്ളൊരു കൺവിക്ഷൻ ഉണ്ടായത് ഏതൊരു മൊമെന്റിലാണ്, അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലാണ്? ഞാൻ ചെറുകഥകൾ എഴുതും. ചെറുപ്പം മുതലേ? അല്ലറ ചില്ലറൊക്കെ എഴുതി. ഇതൊന്നും പബ്ലിഷ് ചെയ്യൊന്നുമില്ല, ഞാൻ എൻ്റെ പെട്ടിയിലെടുത്ത് വയ്ക്കും, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ ഒരു പുരോഗതി അതിനൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ കഥ പറയാൻ തുടങ്ങിയപ്പോൾ, അത് എഴുതണമെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്തു തുടങ്ങുക. അപ്പോൾ ഞാൻ സിനിമയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സിനിമയിൽ എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യും. അങ്ങനെയാണ്. നിങ്ങൾ എന്നെ ഒരു ലൈറ്റ് ബോയ് ആയിട്ട് നിർത്തിയാലും ഞാൻ ചെയ്യും. എനിക്കത് പണിയെടുക്കാൻ എനിക്കറിയാത്ത പണിയാണെങ്കിൽ പറഞ്ഞു തന്നാൽ പഠിച്ചെടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഇതായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്യും, എന്ത് പണി തന്നാലും ചെയ്യും. അപ്പോൾ അത്രമേൽ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഇത് ശ്രമിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രം കുഴപ്പമാണ്. മുന്നിൽ അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് പേര് കഴിവുള്ളവർ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവസരം പറയുകയാണ്, അങ്ങ് പോര് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാതിരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ എൻ്റെ കഴിവുകൾ എനിക്ക് കൃത്യമായ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ട് വയ്ക്കാം എന്ന് ഞാൻ തേടിയതിനേക്കാട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിൽ വന്ന് നിന്ന അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നും ഭാഗ്യമാണ് അത്തരം അവസരങ്ങൾ വരുന്നത്, അത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സജിതയെ പറ്റി സംസാരിക്കുന്നത് ശരിയല്ല. അപ്പം ചിന്നു ചാന്ദിനി എന്ന് പറയുന്ന ആക്ട്രസ് വന്ന് വളരെ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ചിന്നു മാം അല്ലാതെ വേറൊരാളെ അതിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ചേട്ടൻ്റെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഷിജു ഭക്തൻ, സജിത എന്ന് പറഞ്ഞ രണ്ടുപേരെ അല്ലാതെ ആനന്ദ് മധുസൂദനൻ, ചിന്നു ചാന്ദിനി എന്നുള്ള പറയുന്ന രണ്ട് വ്യക്തികൾ അവിടെ കാണാൻ പറ്റില്ല. അപ്പം ചിന്നു മാമിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആസ് ആൻ ആക്ട്രസ് ഈ സിനിമ എലിവേറ്റ് ചെയ്യാൻ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്? അയ്യോ, ഒരുപാട്. കാരണം നമ്മൾ എന്ത് എഴുതി വെച്ചാലും ഇത് അവസാനം അവതരിപ്പിക്കാൻ പോകുന്ന ആ അഭിനേതാവ് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ, ഈ സ്വാഭാവികത എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് തോന്നണമെങ്കിൽ ഞാൻ എന്ത് എഴുതി വെച്ചിട്ടും കാര്യമില്ല, സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കപ്പെടണം. അത് ഒരു അതിഗംഭീരമായിട്ട് അതിന് വളരെ കൃത്യമായി ഇൻവോൾവ്മെൻറ്റ് കൊടുത്ത് അത് എത്ര വരെ പോകാം. ഒരു ഇമോഷണൽ സീക്വൻസിനൊക്കെ ഭയങ്കര അപകടം ഉണ്ട്, ഓവറായ ചളവാകും. അപ്പോൾ അത് എത്ര വരെ പോകാം, എങ്ങനെ എന്തെല്ലാം രീതിയിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കൃത്യമായ ചിന്തയും ഗൗരവത്തോടും കൂടി വളരെ ആഴത്തിൽ അതിനെ ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ചിന്നു. അപ്പോൾ അത് വലിയ കാര്യമാണ്. മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ എൻ്റെ കൂടെ ഉള്ള കോ ആക്ടറാണ്. അത്തരത്തിലും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം നമുക്ക് കൂടെ നിൽക്കുന്ന ആളായിരിക്കും നമുക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ സീനുകൾ ഉള്ളതും ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടെ നിൽക്കുന്ന ആൾ നമ്മളെ ആ തരത്തിൽ ഇൻസ്പയർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്, അത് ചിന്നു ആയിക്കോട്ടെ, എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാ നടീനടന്മാരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ അറിഞ്ഞോ അറിയാതെയോ അവരെൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്, ഇങ്ങനെ തുടങ്ങാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ആ രണ്ട് രീതിയിലും ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അതിനെ ഏറ്റവും നന്നായിട്ട് എലിവേറ്റ് ചെയ്യുകയും, മറിച്ച് നമ്മൾ കൂടെയുള്ളൊരു കോ ആക്ടർ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ചിന്നു, ബൈച്ചേട്ടൻ, അൽത്താഫ്, കുഞ്ഞികൃഷ്ണൻ മാഷ്, അജിത ചേച്ചി, മാലാപാർവ ചേച്ചി, ഷൈനി ചേച്ചി, ഇവരൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തൊരു ഇമോഷണൽ സീക്വൻസ് എന്ന് പറയുന്നത്, ഇവർ തമ്മിൽ വലിയൊരു, ഞാൻ സ്പോയിലർ ആദ്യത്തെ കുട്ടി അബോർട്ടഡായി പോകുന്ന സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ ഷിജു വന്ന് നമ്മുടെ സജിതയുടെ അടുത്തിരിക്കുന്നുണ്ട്. ആ ടൈമിൽ പുള്ളിക്കാരത്തി ബ്രേക്ക് ഡൗണിൻ്റെ ഒരു എക്സ്ട്രീമിലാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തുമില്ല. പക്ഷെ പുള്ളിയുടെ ഉള്ളിലെ ആ ഒരു വിഷമങ്ങളൊക്കെ വെൻ്റ് ഔട്ട് ചെയ്യുകയും വേണം. അപ്പം ആ സമയത്ത് ചോറ് വേണ്ടെന്ന് മാറ്റുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്ന ആ ഒരു സീക്വൻസ് ഉണ്ട് ആ പാവയ്ക്കാത്തോട്ടത്തിലൂടെ. അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എന്നെ ഇമോഷണലി ഹിറ്റ് ചെയ്തൊരു സീനാണ്. ആ സീൻ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ്, ആ ഒരു സീക്വൻസ് മൊത്തത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? മീൻസ് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് എന്താണ് എന്നുള്ളത്? രണ്ട് സന്ദർഭത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ പ്രീ ഷൂട്ട് ചെയ്യുന്നത്, അതായത് ചോറ് കഴിക്കുന്നിടത്ത് തട്ടി മാറ്റി എന്ന് പറയുന്ന സ്ഥലത്തും പാവയ്ക്കത്തോട്ടുള്ളത് വേറെ സ്ഥലത്തുമാണ്. ഓക്കെ.
അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 2 ദിവസങ്ങളിലായിട്ട് 2 സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രിയയുടെ കണ്ടിന്യൂഷനാണ് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് മഴയത്ത് നിൽക്കുന്ന സീക്വൻസ്. അപ്പോൾ അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പുരുഷന്മാർ കരയുക എന്ന് പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, കരയുന്നതൊരു പാപമൊന്നുമല്ല, അല്ലെങ്കിൽ അതൊരു കുറവുമല്ല. ഈ ഫ്രസ്ട്രേഷൻസ് ഉള്ളിലെടുത്ത് വെച്ചിട്ട് അത് കുമിഞ്ഞുകൂടി വേറെ പലതുമായിട്ട് പുറത്തേക്ക് വരുന്നതിനെക്കാട്ടും നല്ലതാണ് കരഞ്ഞു തീർക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ, എല്ലാവരുടെ അഭിപ്രായം ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എൻ്റെ കഥാപാത്രം അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ വെന്റ് ഔട്ട് ചെയ്യുന്ന അയാൾക്ക് ഇവിടെ വന്ന് ഭാര്യയുടെ കൂടെ ഇരുന്ന് കരയലല്ല അവിടെ ചെയ്യേണ്ടത്, കാരണം അവര് തകർന്നു. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ എനിക്ക് എവിടെയാണ് ഒരു സ്ഥലം കിട്ടുക എന്ന് ആലോചിച്ചിട്ടാണ് അയാൾ നടക്കുന്നത്. അയാളുടെ ചേട്ടനോട് ഞാൻ ഇത്തിരി സ്വസ്ഥമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോയി കരയുന്ന ആ സീൻ പക്ഷെ ഭയങ്കര ഇതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. കാരണം സിനിമയിൽ ഷൂട്ട് ചെയ്ത അവസാനത്തെ സീനാണത്, ഏറ്റവും അവസാനം ഞങ്ങൾ ഷൂട്ട് ചെയ്ത സീനാണത്. അത് ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഒരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നത്, ഇത് വലിയ സജ്ജീകരണങ്ങളായിരുന്നു. കാരണം രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, റെയിൻ ഉണ്ട്, ഈ പാവയ്ക്കാത്തോട്ടത്തിൽ കൂടി വരണം. ആ കോസ്റ്റ്യൂം ഒരെണ്ണേ ഉള്ളൂ, നനഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടാമത് ടേക്ക് എടുക്കാൻ പറ്റില്ല, അതൊരു പ്രശ്നം. രണ്ടാമത് ഈ പുതിയ മണ്ണിലേക്കാണ് ഇത് വന്ന് നനഞ്ഞ് വീഴുന്നത്. അപ്പൊ ഒരു തവണ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചെറിയായി എൻ്റെ ഇതൊക്കെ പോയി. അപ്പൊ ഒറ്റ ഷോട്ടിൽ ഇത് ടേക്ക് ഓക്കെ ആക്കണം. ആ ടേക്ക് ഓക്കെ ആകുമ്പോൾ റെയിൻ കറക്റ്റ് ടൈമിൽ വരണം, ഒരു ക്യാമറ ഫോളോ ചെയ്ത് അത് ക്രെയിനിൽ കയറി അത് മുകളിലേക്ക് പോകുന്നുണ്ട്, ജിപ്പിൽ കയറി പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സിങ്കോപ്പേഷനോട് കൂടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാലേ ആ ഷോട്ട് വൃത്തിയായിട്ട് വരുള്ളൂ. ഞാൻ ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ അഭിനയം കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം അതെൻ്റെ ഇതല്ല, ആ യൂണിറ്റിലുണ്ടായിരുന്ന സകല ആളുകളും, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടറുടെ ടീം, ലൈറ്റ് ബോയ്സ് ആൻഡ് അവരെല്ലാവരും ടീം, ക്യാമറ ടീം, റെയിൻ ടീം, സംവിധായകൻ, അഭിനേതാവ്, ഞങ്ങളെല്ലാവരും ഒരു മനസ്സായിട്ട് നിന്നാൽ മാത്രമാണ് ആ ഷോട്ട് വർക്കാവുള്ളൂ. അങ്ങനെ വർക്കായ ഒരു ഷോട്ടാണത്. അപ്പോൾ അത് ഇന്നും സീനിൽ കാണുമ്പോൾ എനിക്കൊരു പുളകം ഉണ്ടാവാറുണ്ട്. അത് അങ്ങനെ ഞങ്ങൾ എടുത്ത് പേഴ്സണലി എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. ഇഷ്ടപ്പെട്ട മീൻസ് ഇമോഷണലി വളരെയധികം കണക്ട് ആയിട്ടുള്ളൊരു സീനാണ് അത്. അപ്പോൾ എനിക്ക് അത് ചേട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെ അറിയണം തോന്നി, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് തോട്ട് പ്രോസസ് എന്നുള്ളത്. മനസ്സ് നിറച്ച ഒരു മൊമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ആ ഷോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൈയടിച്ച് കെട്ടിപ്പിടിച്ചു ഞങ്ങളെല്ലാവരും കൂടി. കാരണം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സീനും. അതെല്ലാം കൃത്യമായിട്ട് വരികയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പൂർവ്വം നടക്കുന്ന കാര്യമാണ്. അതുപോലെ ഇത് എഡിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഷോഗണിൽ കാണുന്ന സാധനമല്ലോ നമ്മൾ വലിയ സ്ക്രീനിൽ കാണുക. ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ആസ് ആൻ ആക്ടർ, ആസ് എ റൈറ്റർ ചേട്ടന് ഫീൽ ചെയ്ത കാര്യം എന്താണ്? ആക്ച്വലി എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് അഭിനയിക്കുകയും എഴുതുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വികാരങ്ങളൊക്കെ പോകും. അതാണ് ഞാൻ സ്ക്രീനിൽ, കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും 150 തവണ ഞാൻ കണ്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് പലപ്പോഴും തിയേറ്ററിൽ വന്നിട്ട് ഞാൻ പറയാറുണ്ട്, അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പലപ്പോഴും പറയും, എനിക്കിത് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ എന്ന് പറയും ഞാൻ. അതായത് ആളുകൾ, ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കുന്നുണ്ടോ, അവർക്ക് ഇമോഷൻ കിട്ടുന്നുണ്ടോ, അവർ കരയുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ആ മൊമെന്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് വേറെ ഒരു വികാരവും എനിക്ക് വരാറില്ല. അത് അറിയില്ല. ഞാൻ എന്നിട്ട് ഇത്തവണ വിശേഷം തിയേറ്ററുകളിൽ പോകുമ്പോൾ ഭയങ്കര അനുഭവങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ദിവസം സൂര്യചേട്ടനോടും ചിന്നുവിനോടൊക്കെ പറയായിരുന്നു, എനിക്ക് തോന്നുന്നു ഞാനിത് ചിലപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഈ സിനിമ ഇരുന്ന് കാണുമ്പോഴായിരിക്കാം എനിക്ക് ആ ഇമോഷൻ ഇനി തിരിച്ചു കിട്ടുക എന്ന് പറയാറുണ്ട്. എനിക്കറിയില്ല, ഇതുവരെയ്ക്കും എനിക്കിത് കിട്ടിയിട്ടില്ല. അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ചേട്ടന് കുറച്ച് കാലം കൂടെ കണ്ടു കഴിയുമ്പോൾ. ശരിയാണ്, ടെക്നീഷ്യൻസിന് പൊതുവെ നമ്മൾ RR ചെയ്യുന്ന സമയത്ത് ഒരുപാട് കണ്ട് ഇതെന്ന് വെച്ചാൽ ഞാൻ എഴുതിയ കഥാപാത്രമാണ്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ മ്യൂസിക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കടന്നു കഴിയുമ്പോഴേക്കും എനിക്ക് അറിയാം ഇതാണ് പരിപാടി എന്നുള്ളതൊക്കെ. ഇനി ആളുകൾക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പകുതി എൻ്റെ സ്ട്രെസ് അങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇത്തരം ഇമോഷണൽ ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതിനകത്ത്. ഓക്കെ, ചേട്ടൻ പറഞ്ഞപ്പോൾ ഈ കഥ എഴുതിയ സമയത്ത് ആ കഥ എന്താണെന്ന് ചേട്ടൻ്റെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഒരു ഐഡിയ ഉണ്ട്. പൊതുവെ നമ്മൾ വേറൊരു സ്ക്രിപ്റ്റ് വായിച്ച് അഭിനയിക്കുക എന്ന് പറയുന്നത് എൻറ്റയർലി വേറൊരു പ്രോസസ്സാണ്. അപ്പം ഈ ഒരു ചേട്ടൻ എഴുതിയ ഈ കഥ, ചേട്ടൻ സെൻട്രിക് കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന സമയത്ത്
ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഞാൻ അങ്ങനെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തിരുന്നത് സൂരജേട്ടനായിരുന്നു. കാരണം എനിക്ക് ആദ്യത്തെ 3-4 ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നുണ്ടോ എന്നുള്ള ആശങ്കയുടെ കൊടുമുടിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും കൈയടിക്കുന്നുണ്ട്, പാസ്സാക്കുന്നുണ്ട്, വിടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അതൊഴിച്ചാൽ എനിക്ക് ഇതൊരു ഇതിലും കൺവിൻസിങ് ആവുന്നില്ല. ഒന്നാമത് എൻ്റെ മുഖം സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഒരു ഇതും തോന്നുന്നില്ല. അപ്പം ഞാൻ ചിന്നുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നത് ശരിയായിട്ടുണ്ടോ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അവസാനം എന്നോട് ഇവരൊക്കെ കൂടി പറഞ്ഞു, സ്ക്രീനിലേക്ക് നോക്കണ്ട, ഡയറക്ടർ ട്രസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരിടയ്ക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സൂര്യനോട് പോയി പറഞ്ഞു, നമുക്ക് ഇത്രേ പൈസ ലവാക്കിയിട്ടുള്ളൂ, ഈ പരിപാടി നിർത്താം, ഇതൊന്നും ശരിയാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ട് നടക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യേട്ടൻ പറഞ്ഞു, നീ പോയതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു നമ്മുടെ പക്ഷെ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയിരുന്നു. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച്. അതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് അത് മാത്രമല്ല എൻജോയ് ചെയ്യാൻ തുടങ്ങി അഭിനയിക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒട്ടും ആക്ടിങ് എന്ന് പറഞ്ഞൊരു കാര്യം ചിന്തിക്കാത്ത ഒരാൾ എന്നെ പോലെ നമ്മളതിലേക്ക് വന്നു ചേരുകയും അത് എൻജോയ് ചെയ്യാൻ പഠിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു എന്നെ സംബന്ധിച്ചുണ്ടായത്. അപ്പോൾ ആ കോൺഫിഡൻസ് തന്നത് എൻ്റെ ചുറ്റുമുള്ള, അത് ഫസ്റ്റ് സൂരജേട്ടൻ, പിന്നെ ഒരുപക്ഷെ ചിന്നു ആയിരിക്കാം, പിന്നെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളും നമ്മുടെ ക്രൂ ഒക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കുറച്ച് ചെറിയ കുറച്ച് ഡയലോഗ് നോട്ട്സുകളുണ്ട്. അതായത് ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നമ്മുടെ സജിത പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു റിപ്ലൈ, കാര്യം അമ്മയും മോളും ആണെങ്കിലും ഭർത്താക്കന്മാരുടെ കാര്യം വരുമ്പോൾ സ്ത്രീകളുടെ ഒരു നേച്ചർ എന്താണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഈ പലരുടെയും വിചാരമുണ്ട് മക്കൾ വളരുന്നത് ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കാര്യങ്ങളുണ്ടെന്ന് ഷിജു ചേട്ടനോട് പറയുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതി ചേർത്തത്? അയ്യോ, അതൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പല കഥാപാത്രങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അതെങ്ങനെ പറയാം, എങ്ങനെ രസകരമായി പറയാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എഴുതുമ്പോൾ. അപ്പോൾ അത് എല്ലാ കഥാപാത്രങ്ങളും പറഞ്ഞാൽ ശരിയാവില്ല, ചില കഥാപാത്രങ്ങൾ പറഞ്ഞാലേ ആൾക്കാർക്ക് വർക്കാവുള്ളൂ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ആദ്യത്തെ ഡയലോഗിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും കുട്ടികൾക്ക് അവർ വലുതായി അവർ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുമ്പോൾ അവരും ഭർത്താവും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ്. ഈ നമ്മൾ പകുതി മുക്കാൽ ജീവിതവും അമ്മയും അച്ഛനും വഴക്കൂടുന്നതും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ കണ്ടിട്ടായിരിക്കും വീടുകളിൽ വളരുന്നുണ്ടാവുക. എല്ലാ നേരത്തും സ്നേഹം മാത്രമൊന്നുമല്ലല്ലോ കാണുന്നത്. നമ്മൾ കുറച്ച് നേരം അവർ വഴക്കൂടുന്ന് കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, ഇതൊക്കെ കാണും. അത് വിചാരിച്ച് അവർ തമ്മിൽ ഇഷ്ടമില്ല എന്നല്ലല്ലോ അർത്ഥം. അപ്പൊ എവിടെയൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ മുതിർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള റൊമാൻസ് ഒക്കെ പോയി എന്നുള്ളത്. അങ്ങനെയല്ല, അവരെപ്പോഴും റൊമാൻറ്റിക് ആണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോയിൻ്റെ അതർ സൈഡ് എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ. പിന്നെ മറ്റേ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് ഈ വിമാനം കയറ്റി വിടുന്ന അമ്മമാരുടെ ഒരു കാലഘട്ടമാണത്. അത് അവരുടെ ഇഷ്ടത്തിനായിരിക്കാം അവർ പോകുന്നുണ്ടാവുക. പക്ഷെ ചില നേരത്തെ ചൂഷണന്മാരി ആവാറില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരാറുണ്ട് എനിക്ക്. ഈ പിള്ളേർ, കാരണം ഇവരൊന്ന് പണിയൊക്കെ എടുത്ത് റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ഒന്ന് ഇരിക്കാമെന്ന് വയ്ക്കുമ്പോഴായിരിക്കും വല്ലയിടത്തും പോയി ഇവരുടെ പിള്ളേരെ നോക്കണ്ട. അത് അവർ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നതാണ് ഈ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ. പക്ഷെ ചില നേരത്തെ അത് വേറെ രീതിയിലാവും. അത് തന്നെ ഇപ്പുറത്തും ആവും, പിള്ളേർ മുഴുവൻ അമ്മയും അച്ഛനും നോക്കേണ്ട ആൾക്കാരാന്നുള്ള ചിന്തഗതി. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിനകത്ത്. അപ്പൊ ഇത് പലരും വ്യൂ പോയിന്റുകളാണ്, ഇതിന് ശരിയും തെറ്റൊന്നുമില്ല, പലരുടെയും കാഴ്ചപ്പാടുകൾ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പലരും പറയുന്നൊരു സമയമാണ്, നിങ്ങളൊക്കെ വളർന്നിട്ട് വേണം ഞങ്ങളെ നോക്കാൻ. അതല്ലല്ലോ അവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി അച്ഛനും അമ്മയുടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം, പക്ഷെ അതിനപ്പുറം അവർക്കൊരു ലൈഫ് ഉണ്ടല്ലോ. ഇത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതും സ്നേഹം തമ്മിലും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതൊരു ഉടമ്പടിക്കാരാർ ഒപ്പിട്ടിട്ട് നമുക്ക് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് സ്വാഭാവികമായിട്ടുള്ള സ്നേഹത്തോട് കൂടി നമ്മൾ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അച്ഛനെ ഞാൻ നോക്കുന്നത് ഒരു ഉടമ്പടിയിലാവരുത്, ഒരു കരാർ ഒപ്പിട്ടിട്ട് ഞാൻ ഓഫീസിൽ ഉള്ളൊരു ഇതുപോലെ ഇങ്ങനെ ചെയ്യേണ്ടതല്ല. എൻ്റെ അച്ഛനാണ്, അദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പം എൻ്റെ അച്ഛനെ നോക്കുന്നത് ഒരു കടപ്പാടൊന്നും അല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആവണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്, ഒരു തിൻ ലൈൻ ഉണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നുള്ളതാണ് അതിലൊക്കെ
വിഷയം. അതെ, ഷിജുവിന് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഇല്ലേ? അതെ, പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, ഇൻസെക്യൂരിറ്റീസും അതുപോലെ തന്നെ ട്രോമകളും ഉണ്ട്. പക്ഷേ അയാൾക്ക് ഉറച്ചൊരു ബോധ്യമുണ്ട്, ദിസ് ഈസ് നോട്ട് ദ എൻഡ്. അതെ, ജീവിതം ഇനി മുമ്പോട്ട് പോകാനുണ്ട്. അയാൾ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയിക്കുന്നു. അപ്പം പേഴ്സണൽ ലൈഫിൽ ആനന്ദ് മധുസൂദനൻ അങ്ങനെയുള്ള ഒരാളാണോ? അതെ അതെ അതെ. ഞാൻ ഒരുപാട് ട്രോമയെ കൂടിയും ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്ന കാര്യം, ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞാൻ കമ്പയർ ചെയ്യാറില്ല. മറ്റൊരാളുടെ ബുദ്ധിമുട്ടായിട്ട് എൻ്റെ ബുദ്ധിമുട്ടാണോ വലുത്, അത് ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മറ്റ് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടില്ല, അതൊന്നുമില്ല. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. കിട്ടാത്ത കാര്യങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ പോയ ഒരുപാട് നമ്മൾ കാണും. കിട്ടിയ കാര്യങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാടുണ്ട്, പക്ഷെ അത് കാണാതെ പോകും. അത് കണ്ടു കഴിഞ്ഞാൽ, അത് നോക്കി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുള്ളത് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. പരാതികൾ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും നമുക്ക്. കിട്ടിയത് അനവധിയാണ്, കിട്ടാത്തത് കുറച്ചേ ഉള്ളൂ. അതിൻ്റെ തിരിച്ചറിവ് എനിക്ക് പലപ്പോഴും, എനിക്ക് വളരെ വൈകിട്ടുണ്ടായിട്ടുള്ള ഒരാളാണ് ആ തിരിച്ചറിവൊക്കെ. പക്ഷെ ആ തിരിച്ചറിവ് എന്നെ വളരെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ കൈ മുതലായിട്ട്. ഞാൻ ഇല്ല എന്ന് പറയുന്ന കരയുന്നത് ഒരു കാര്യത്തിനെക്കുറിച്ചോ 2 കാര്യത്തിനെക്കുറിച്ചായിരിക്കും. അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ വിലപിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വിലപിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ എൻ്റെ കയ്യിലുള്ള കൈമുതലായി കിടക്കുന്ന 1000 കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ദൂരം എനിക്ക് പോകാനുള്ള ബാറ്ററി ഉണ്ട്. അതുപോലെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഇൻ്റർവ്യൂവിൽ ചേട്ടൻ പറഞ്ഞ വലിയൊരു പോയിന്റ് ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് വൈറലായിരുന്നു. അതായത് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നത് അപൂർവങ്ങളിൽ ചില ആളുകൾക്ക് മാത്രമായിരിക്കും. ആ ഒരു തോട്ട് പ്രോസസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ളൊരു, അതായത് അന്ന് ധന്യവർമ്മയുടെ ഷോയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധന്യ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് എന്തോ ആണ് ഞാൻ അത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ബേസിക്കായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനോട് ചേർത്ത് വയ്ക്കാം അത്തരം കാര്യങ്ങൾ. അതായത് നമുക്ക് റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഈ റൈറ്റ് പേഴ്സൺ, നമുക്ക് പറ്റുന്ന ആൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ? ഫസ്റ്റ് ആ ക്ലാരിറ്റിയിലേക്ക് എത്തുന്നത് തന്നെ ചിലപ്പോൾ വളരെ വൈകിയായിരിക്കും. തീർച്ചയായിട്ടും. കാര്യം ഇപ്പം ഒരുപാട് അതിൻ്റെ ഇടയിൽ പല പരീക്ഷണങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ചില നേരത്ത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇയാൾക്ക് എന്ത് പറഞ്ഞിട്ട് എന്നെ മനസ്സിലാവുന്നില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാണുള്ളൂ നമ്മൾ ആ കാര്യത്തിനെ. അപ്പോൾ അത് റൈറ്റ് ടൈം എന്ന് പറയുന്നതിൻ്റെയും റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോഴാണ് ചില നേരത്ത് നമുക്കൊരു ബ്ലിസ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുക. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്നെ മനസ്സിലായിടോ, അയാളല്ലാതെ വേറെ ആൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലടോ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാവുന്നത്. അത് വളരെ അപൂർവമേ കിട്ടുള്ളൂ. അതെപ്പോഴും കിട്ടുന്ന കാര്യമല്ല. അത് ഇന്ന ബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് റൊമാൻറ്റിക് ബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പുകളൊന്നും ആവണമെന്നില്ല. സുഹൃത്തായിരിക്കാം, ആര് വേണമെങ്കിൽ ആവാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയോ അച്ഛനോ പോലും ആവാം. പക്ഷെ അത് വളരെ ഇവർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സമാധാനം, സന്തോഷമൊക്കെ തരുന്ന കാര്യമാണ്. ചേട്ടാ ഭയങ്കര രസമാണ് ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷം. സീരിയസ് ആയിട്ട് ഈ ഒരു പോസിറ്റീവ് ഇപ്പോൾ ചേട്ടനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അതേ പോസിറ്റിവിറ്റി വിശേഷം സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് തിയേറ്ററിൽ ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ കണ്ട സമയത്ത് തന്നെ ചേട്ടനെ റീച്ച് ചെയ്യണമെന്ന് ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. പോസ്റ്റ് റിലീസെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയത് വലിയൊരു കാര്യം. ഇപ്പം വിശേഷം തിയേറ്ററിൽ നിന്ന് മാറി OTT-യിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പം വലിയ ആൾക്കാരൊക്കെ വിളിച്ചിരുന്നോ? ഡയറക്ടേഴ്സ് സൈഡിൽ നിന്ന്, ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ആളുകളൊക്കെ? ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പലരും വിളിക്കാറുണ്ട്. നല്ല അഭിപ്രായങ്ങളും. അവർ ഈ പറഞ്ഞ പോലെ ഞാനൊരു അഭിനേതാവായിട്ട് പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴാണ് പലരും അറിയുന്നത് ഞാനിവിടെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ എനിക്കറിയായിരുന്നു. അല്ല അതൊരു തെറ്റൊന്നല്ല. ഈ പറഞ്ഞ പോലെ ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയില്ല. ആളുകളിലേക്ക് എത്താൻ പറ്റി എന്നുള്ള എൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഒരുപാട് സാധാരണ ആളുകൾ ഇത് അവരുടെ കഥയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നു, അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് അയക്കുന്നു. ദൈനംദിനം ഞാൻ വായിക്കുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത് അത്രമേൽ ഇമോഷണലാണ് പലരുടെയും ഉള്ളത്. ചിലർ എന്നെ ഫോൺ തപ്പിപ്പിടിച്ച് വിളിക്കാറുണ്ട്, ചിലർ ഇൻസ്റ്റാ കോൾ ചെയ്യാറുണ്ട്, ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ വിളിക്കും. കാരണം അവർക്ക് നമ്പർ അറിയത്തില്ല, അങ്ങനെ വിളിക്കും. രാത്രി 11 മണിക്കൊക്കെ വിളിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച, ചിലർക്ക് പ്രണയനൈരാശ്യമാണ്, ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒന്നുമല്ല. ആ പ്രണയനൈരാശ്യത്തിൽ ഇരുന്ന ഒരാൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക്
തോന്നിയ മാറ്റം, ഇതൊക്കെയാണ് അവർ എന്നോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഒരു കണിക അളവിലെങ്കിലും ഒരാശ്വാസം എൻ്റെ സിനിമ കൊണ്ട്, ഞങ്ങളുടെ സിനിമ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ പോയിൻ്റ് ഔട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ചേട്ടാ. ഇപ്പോൾ ഫെർട്ടിലിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് മുമ്പത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷേ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇത് അറിയാം, പക്ഷേ ഒരു വിഭാഗത്തിന് ഇതറിയില്ല. അപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര റിലവൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടോ ചേട്ടന്? തീർച്ചയായിട്ടും അതിന് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം. ഇന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന് പറയാനുള്ള വിവരവും ഇതൊന്നും എനിക്കുണ്ടെന്ന് തോന്നണല്ലോ എനിക്ക് സ്വയം. പക്ഷേ ഞാൻ പറയുന്നത്, ഇതൊരു സെക്സ് എന്നുള്ള വാക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പറയരുത്, പറഞ്ഞു കൊടുക്കരുത്. അത് നമ്മളെ ഒരു ജീവി എന്നുള്ള രീതിയിൽ, ഒരു ജീവനുള്ള വസ്തു എന്നുള്ള രീതിയിൽ, ഒരു ജീവജാലം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഭക്ഷണം പോലെ ഭാഗമാണ് സെക്സും. അത് മനസ്സിലാക്കി കൊടുക്കുകയും അതെങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ മര്യാദകളും, മര്യാദ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ കാണുന്നത് മുതൽ അയാളുടെ ഇടപഴകുമ്പോഴൊക്കെ, കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ദിവസം കാണുന്നതൊക്കെയാണ്. ഇഷ്ടം പെട്ടെന്ന് വൈരാഗ്യമായി മാറുന്നു. അതല്ല വേണ്ടത് നമുക്ക്. ഇതിൻ്റെയൊക്കെ അതിർവരമ്പുകൾ എന്താണ്, ആരൊക്കെയാണ് എൻ്റെ ചുറ്റുമുള്ളവർ എന്നൊക്കെയുള്ള ധാരണയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണകളൊന്നുമില്ല, എൻ്റെ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ധാരണയൊന്നും എനിക്ക് ഉണ്ടെന്ന്, എൻ്റെ കൃത്യമായിട്ടുള്ള അളവിൽ എനിക്കുണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാത്തത്. ഇപ്പം വിശേഷം OTT എത്തിയിരിക്കുകയാണ്, നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നേടി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. വിശേഷം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലെ വലിയൊരു വിശേഷമാണ്. അപ്പോൾ അത് അങ്ങനെ ആക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും തന്നെയാണ്. അപ്പോൾ തുടർന്നുള്ള നല്ല വിശേഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. വിശേഷം ആമസോൺ പ്രൈം OTT-യിലുണ്ട്. എല്ലാവരും, കാണാത്ത എല്ലാവരും കാണണം. ചിലർ 2-3 തവണയും കണ്ടിട്ട് വിളിച്ച ആളുകളുണ്ട്. അതെ, ഞാൻ കണ്ടിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ഇതുപോലെ ഒബൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ PCOD ഉള്ള കുറേ കൂട്ടുകാർക്ക് ഞാൻ നയിച്ച് നിങ്ങളിത് കാണ് അങ്ങനെ ഒരുപാട് പേര് ഇത് റെഫർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്ത് ഷെയർ ചെയ്ത് കാണുന്ന ആളുകളുണ്ട്. പലരും ഒറ്റയിരിപ്പിൽ കണ്ടു തീർത്ത് പിറ്റേ ദിവസവും കണ്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ കാണാൻ അവസരമില്ലായ്മയില്ല ഇപ്പോൾ ആമസോണിലുള്ളത് കൊണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ടെലിഗ്രാമിൽ കാണരുത് ദയവേത്. വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മുടെ ഒരു സിവിക് സെൻസിൻ്റെ ഭാഗമായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ, ആ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് ജീവിക്കാനുള്ള ഉപാധി എല്ലാവർക്കും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഇന്നത്തെ റൈറ്റ് സ്പേസിൽ പോയി കണ്ടില്ലെങ്കിൽ ഇത്തരം വ്യവസായത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന, നിയമം പാലിക്കുന്ന പോലെ, ഒരു ചുവന്ന സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിടുന്ന പോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ പോയി കാണാതിരിക്കുക ദയവേത്. നമുക്ക് ഇത് റിക്വസ്റ്റാണ്. ആരോടും എനിക്ക് ഇത് വേറെ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ റിക്വസ്റ്റാണ്. ദയവേത് ഒറിജിനൽ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ ഇപ്പോൾ വലിയ ഫീസൊന്നും ഇല്ല. പല മൊബൈൽ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ദയവേത് ഒറിജിനൽ പ്ലാറ്റ്ഫോമിൽ ആമസോൺ OTT തന്നെ പോയി ദയവേത് കാണണം. താങ്ക് യു. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ അടുത്തൊരു പടം എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് അധികം വൈകാതെ അനൗൺസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അതേ ടീം തന്നെയാണോ? വിശേഷത്തിൻ്റെ ടീമായിട്ട് തന്നെയാണ് എനിക്കൊരു പടം ഉള്ളത്. അല്ലാതൊരു പടം കൂടി നമ്മൾ എഴുതുന്നുണ്ട്. അത് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ റൈറ്റിങ്ങിലേക്ക് വന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ ആ ഒരു ഇതിൽ കാണാൻ പറ്റുമോ? ഫിലിം മേക്കിംഗ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതിന് എന്നെ പാകപ്പെടുത്തുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിലേക്ക് എത്തട്ടെ. ഇപ്പോൾ ഭാവിയിൽ കാണാം അല്ലേ? ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ചേട്ടാ, വിശേഷം പോലൊരു ഗംഭീര സിനിമ എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം എനിക്ക് തോന്നുന്നു ഓമനത്വമുള്ളൊരു സിനിമ. അതായത് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും അതിലുണ്ടാകുന്നില്ല, എന്ന് വെച്ചാൽ അയ്യേ എന്ന് തോന്നുന്ന സംഭവങ്ങളും ഇല്ല. നീറ്റായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കണ്ടു തീർക്കാൻ പറ്റിയൊരു ഓമനത്വമുള്ളൊരു സിനിമ. അങ്ങനെ ഒരു സിനിമ നമുക്ക് തന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി വരുന്ന പ്രോജക്ട്സ് എല്ലാം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ആയിട്ട്. താങ്ക് യു സോ മച്ച്.